സ്നേഹാലോകസുമോഹനവദനാം കരുണാദ്രാനത നയനാം രമ്യാം ശ്രുതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം അമൃതേശ്വരിയെ നമുക്ക് റിവർബ് വേണ്ടേ? നമശിവായ. റിവർബും എക്കോയും വേണ്ട. നമശിവായ. അമൃത കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം ഇവൻ്റെ പ്രണാമങ്ങൾ. ലോകം മുഴുവനും ഉള്ള അമൃത കുടുംബത്തിലെ അംഗങ്ങളെ മാത്രമല്ല, എല്ലാവരെയും അമ്മ ഓമന മക്കളെ എന്നാണ് വിളിക്കാറുള്ളത്. വെറുതെ വിളിക്കുകയല്ല. ലോകം ഒരു കുടുംബമായി മാറണം. അതാണ് അമ്മയുടെ സ്വപ്നം. ലോകത്തിലുള്ളവരൊക്കെ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിച്ച് കഴിയണം. അതാണ് ഒരു മഹാത്മാവിൻ്റെ സ്വപ്നം. സാധാരണ മനുഷ്യൻ കാണുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങൾ അവർ കാണാറില്ല. അവരുടെ ജീവിതം ഹോമിക്കുന്നത് ലോകത്തെ ഒരു കുടുംബമാക്കാൻ വേണ്ടിയാണ്. എല്ലാ മഹാത്മാക്കളുടെ ജീവിതത്തിലും സ്വാർത്ഥതയില്ലാതെ ലോകത്തിന് വേണ്ടി തന്നെ ഹോമിക്കുന്ന ഈ പരിശുദ്ധമായ കർമ്മം കാണാം അവരുടെ ജീവിതത്തിൽ. അമ്മയെ നമുക്ക് ഏറ്റവും അധികം ആകർഷണം തോന്നുന്ന ഘടകം സ്നേഹം. ആധുനിക ലോകത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും ഈ സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കുറേ പറയാൻ പറ്റും. പക്ഷേ അത് സാധാരണ സ്നേഹം, അത് സ്നേഹമായിട്ട് കണക്കാക്കുന്നില്ല. നമുക്കുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്. ഒരു കാരണമുണ്ട് നമ്മൾ സ്നേഹിക്കുന്നതിന്. എന്നെ സ്നേഹിച്ചാൽ നിന്നെ സ്നേഹിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കാരണം നീ സുന്ദരനാണ്, സുന്ദരിയാണ്, നീ പണക്കാരനാണ്, പണക്കാരിയാണ്, നിനക്ക് നീ നല്ല കുടുംബത്തിലെയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കാരണമുണ്ട് മറ്റൊരാളോട് സ്നേഹം വരാൻ. കാരണമുണ്ടെങ്കിൽ അതെപ്പോഴെങ്കിലും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. കാരണം ഇതൊക്കെ കുറയുമ്പോൾ സ്നേഹവും കുറയും. സൗന്ദര്യം എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കാൻ പോകുന്നില്ല. പണ്ട് ബുദ്ധ ഭഗവാൻ സിദ്ധാർത്ഥ രാജകുമാരനായിട്ടിരുന്നപ്പോൾ തേരാളി കൊടുത്ത ഉപദേശമാണ്. സിദ്ധാർത്ഥ രാജകുമാരനെ സന്തോഷിപ്പിക്കാനായിട്ട് രാജാവ് പലതും ചെയ്തെങ്കിലും അതൊക്കെ വിഫലമായി. രാജാവിന് അറിയാമായിരുന്നു. കാരണം ജനിച്ചപ്പോൾ തന്നെ ജനന സമയം വെച്ച് അസ്ട്രോളജേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തു, പറഞ്ഞു ഈ കുഞ്ഞ് ഒന്നുകിൽ ഒരു സന്യാസിയാകും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചക്രവർത്തിയാകും. സന്യാസിയാകും എന്ന് ഉറപ്പിച്ച് പറയുന്നത് പോലെ രാജാവിന് തോന്നി. അതുകൊണ്ട് സന്യാസിയാകാതിരിക്കാൻ എന്താ ചെയ്യുക? പണ്ഡിതന്മാരെ വിളിച്ച് ചോദിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ലോകത്തിലെ ഒരു ദുഃഖങ്ങളും അറിയാനുള്ള അവസരം ഈ കുട്ടിക്ക് കൊടുക്കരുത്. കൊടുത്താൽ ആ നിമിഷം അവൻ വീട് ഉപേക്ഷിച്ചു പോകും, കൊട്ടാരം ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് സുഖങ്ങളുടെ നടുവിൽ ജീവിക്കുവാനുള്ള അവസരമുണ്ടാവണം, ഭോഗങ്ങളുടെ നടുവിൽ അവനെ വളർത്തണം. അതുമാത്രമാണ് പരിഹാരം. അങ്ങനെ
അന്നത്തെ കാലത്ത് കിട്ടാവുന്ന പരമാവധി സുഖസൗകര്യങ്ങൾ നിറഞ്ഞ അനേകം കൊട്ടാരങ്ങൾ സിദ്ധാർത്ഥ രാജകുമാരന് വേണ്ടി രാജാവ് പണിഞ്ഞു. ഓരോ കാലാവസ്ഥയിലും കഴിയാൻ പറ്റിയ രീതിയിലുള്ള ഭിന്നമായിട്ടുള്ള ചെറു കൊട്ടാരങ്ങൾ പണിഞ്ഞു കൊടുത്തു. ആയിരക്കണക്കിന് സേവകർ, ടീനേജ് പ്രായമാകുമ്പോൾ സുന്ദരിമാർ, ഇങ്ങനെ എല്ലാം സൗകര്യങ്ങളും കൊടുത്തിട്ടും ഈ കുട്ടി മാത്രം എപ്പോഴും ചിന്തയിൽ മുഴുകുന്നത് കണ്ട് രാജാവിൻ്റെ അന്തരംഗം വിങ്ങി. പുറം ലോകത്ത് പോകുവാനുള്ള സ്വാതന്ത്ര്യമില്ല, കാരണം പുറം ലോകം കാണിക്കാൻ പറ്റില്ല. ദുഃഖങ്ങൾ അറിയാതെ വേണം വളർത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. ചെടിയുടെ ഉണങ്ങിയ ഇലകൾ പോലും രാജകുമാരൻ കാണാനിട വരരുത് എന്നായിരുന്നു രാജാവിൻ്റെ കൽപ്പന. അങ്ങനെ കാലം കഴിഞ്ഞു. ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ അച്ഛൻ്റെ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് പുറം ലോകത്തിൽ ഒന്ന് യാത്ര ചെയ്തു. കൊട്ടാരത്തിന് പുറത്ത് ഒന്ന് യാത്ര ചെയ്തു. അന്ന് ബൈക്കില്ലാത്തത് കൊണ്ട് രഥത്തിലായിരുന്നു യാത്ര. തേരാളിയുടെ സഹായം വേണ്ടി വന്നു. അങ്ങനെ തെരുവീഥിയിലൂടെ അവർ പോകുമ്പോൾ ചില കാഴ്ചകൾ കണ്ടു. അങ്ങകലെ ഒരു വിചിത്ര രൂപം നടന്നെടുക്കുന്നു. അർദ്ധരാത്രിയിലല്ല, പ്രേതമാണെന്ന് പറയാൻ. പക്ഷേ ഒരു വിചിത്രമായ രൂപം നടന്നെടുക്കുന്നത് കണ്ടിട്ട് സിദ്ധാർത്ഥ രാജകുമാരൻ തേരാളിയോട് ചോദിച്ചു, എന്താണ് കാണുന്നത്, ഒരു വിചിത്രമായ രൂപം? അപ്പോൾ തേരാളി പറഞ്ഞു, അത് വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനാണ്. വാർദ്ധക്യമോ? എന്താണ് വാർദ്ധക്യം? എല്ലാവരും ഒരു ദിവസം വൃദ്ധന്മാരും വൃദ്ധകളുമാകും. നിന്റെ ഈ സുന്ദരമായ ഈ ശരീരം ചുക്കിച്ചുളിഞ്ഞ് ഒരസ്ഥികൂടം പോലെ ആകുന്ന ഒരവസരം വരും. വിഷമിക്കണ്ട. വീണ്ടും രഥം മുന്നോട്ട് നീങ്ങി. വഴിയരികിലിരുന്ന് കരയുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ രാജകുമാരൻ ചോദിച്ചു, എന്താ അവർ കരയുന്നത്? അപ്പോൾ തേരാളി പറഞ്ഞു, വേദന കൊണ്ടാണ്. രോഗം കൊണ്ടുള്ള വേദന. രോഗമോ? അതെന്താ? ഈ ലോകത്തിലെ സകലരും ഒരു കാലത്ത് എന്നെങ്കിലും രോഗത്തിൻ്റെ വേദന അറിയും. ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതാണ്, നശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ ഭംഗി എല്ലാ കാലത്തും ഉണ്ടാവില്ല. എന്തെങ്കിലും കഠിനമായ രോഗത്തിൻ്റെ വേദന അറിയാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ശരീരം പലതും നമ്മെ പഠിപ്പിക്കും. ശരീരം നമുക്ക് ഗുരുവായിട്ട് മാറും. അപ്പോൾ അവർ വേദന കൊണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് കരയുകയാണ്. വീണ്ടും രഥം മുന്നോട്ട് നീങ്ങി. അപ്പോൾ കുറേ ആളുകൾ ഒരു ശവമഞ്ചം കൊണ്ട് പോകുന്ന കാഴ്ച കണ്ടു, ഒരു ഘോഷയാത്ര പോലെ. അപ്പോൾ ചോദിച്ചു, അതെന്താണ് അവർ കൊണ്ടുപോകുന്നത്? അത് ഒരു ശവശരീരമാണ്. ശവശരീരമോ? അതെ. എല്ലാവരും ഒരു കാലത്ത് മരിക്കേണ്ടി വരും. എല്ലാ സൗഭാഗ്യങ്ങളും വെടിഞ്ഞ് ശരീരം പോലും കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിസ്സഹായനായിട്ട് ഈ ലോകത്തു നിന്നും പോകേണ്ടി വരും. ആ ശവശരീരവുമായുള്ള ഘോഷയാത്രയാണ് ഈ കാണുന്നത്. കുഞ്ഞിൻ്റെ ശരീരവും ഒരു കാലത്ത് ഇതേപോലെ ആളുകൾ ചുമന്നുകൊണ്ട് ഘോഷയാത്രയായിട്ട് പോകും. ബുദ്ധൻ പറഞ്ഞു, സിദ്ധാർത്ഥ രാജകുമാരൻ പറഞ്ഞു, നിർത്തൂ, മടങ്ങിപ്പോകാം. ഇത് കേട്ട് നിരാശ വന്നിട്ടല്ല പറഞ്ഞത്. പണ്ട് ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ല ന്യൂട്ടൻ ചിന്തിച്ചത്. നമ്മളൊരാപ്പിൾ താഴോട്ട് വീഴുന്നുണ്ട എന്താ ചിന്തിക്കുക? ഒരാപ്പിളൂടെ കിട്ടിയാൽ നന്നായിരുന്നു.
പക്ഷേ സിദ്ധാർത്ഥ രാജകുമാരൻ ചിന്തിച്ചത്, അല്ലെ ന്യൂട്ടൺ ചിന്തിച്ചത്, ഇതെന്താ താഴേക്ക് വന്നത്, മുകളിലേക്ക് എന്താണ് പോകാത്തത്? ആകർഷണ സിദ്ധാന്തത്തിൻ്റെ അത്ഭുത ലോകം തുറന്നു കിട്ടുവാൻ ആ കാഴ്ച ന്യൂട്ടനെ സഹായിച്ചു. ഇതേപോലെ സിദ്ധാർത്ഥ രാജകുമാരൻ നിശ്ചയിച്ചു, ഞാൻ ഈ വിധിക്ക് അടിമപ്പെടാൻ പോകുന്നില്ല, ഞാൻ ഇതിനെ അതിജീവിക്കും, മരണത്തെ മറികടക്കാനുള്ള മാർഗം കണ്ടെത്തും, ജനലക്ഷങ്ങളെ ഈ ദുഃഖക്കയത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. കൊട്ടാരം വിട്ട് കൊടുങ്കാട്ടിലേക്ക് പോയി. കഠിനമായ തപസ്സിലൂടെ ബോധത്തിൻ്റെ പരമമായ തലത്തിലേക്ക് ഉയർന്നു ബുദ്ധഭഗവാനായിട്ട് മാറി. നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ അറിവൊക്കെ വളരെ പരിമിതമാണ്. കൂടുതൽ കൂടുതൽ അറിയും തോറും നമ്മുടെ അജ്ഞതയുടെ ആഴം നമുക്ക് ബോധ്യമാകും. നമുക്കെല്ലാം അറിയാമെന്നുള്ള തോന്നലൊക്കെ ചിലപ്പോൾ വരും. പക്ഷേ അറിയാനിരിക്കുന്നതിനേക്കാൾ വളരെ ചെറിയൊരു അംശം മാത്രമാണ് നാം അറിയുന്നത് എന്ന് കൂടുതൽ അറിയും തോറും മനസ്സിലാവും. കൂടുതൽ അറിവ് നേടുന്തോറും നമ്മുടെ തല കുനിഞ്ഞു കുനിഞ്ഞു വരും, വിനയം വരും. അനേക കോടി നക്ഷത്രങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാൻ പോലും ഒരു മനുഷ്യായുസ് മതിയാവില്ല എന്ന് ബോധ്യമാകുമ്പോൾ ശിരസ് കുനിഞ്ഞു പോകുന്നു. നമ്മുടെ അജ്ഞതയുടെ ആഴം അറിയുന്നു. അതുകൊണ്ട് ബോധത്തിൻ്റെ പരമമായ തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ സകല അറിവും നമുക്ക് തനിയെ ഉണ്ടാവുള്ളൂ. അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. അമ്മയോട് എന്ത് ചോദിച്ചാലും ഉത്തരം റെഡിയാണ്. ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചോളൂ. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ടറിയാം. ഒന്നും അറിയില്ല എന്ന ഭാവം വന്നാൽ എല്ലാം അറിയാൻ സാധിക്കും. നമ്മുടെ അറിവൊക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലങ്ങളിൽ നിൽക്കുന്നു. അതായത് നമ്മളുടെ അറിവിൻ്റെ മേഖല നമ്മുടെ പല തലങ്ങളുണ്ട്. ശരീരത്തിൻ്റെ തലം, ഉണർന്നിരിക്കുന്നു എന്ന് തോന്നുന്ന അവസ്ഥ, സംസ്കൃതത്തിൽ ജാഗ്രത അവസ്ഥ, ഇംഗ്ലീഷിൽ വേക്കിംഗ് സ്റ്റേറ്റ്. ഉണർന്നിരിക്കുന്നു എന്ന് നമ്മൾ തോന്നുന്ന അവസ്ഥ. ഉണർന്നിരിക്കുന്നു അല്ല കേട്ടോ, പേടിക്കണ്ട. ഉണർന്നിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന അവസ്ഥ. പിന്നെ സ്വപ്നാവസ്ഥ, അർത്ഥബോധാവസ്ഥ, സെമി കോൺഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ പകുതി ബോധത്തിലാണെന്ന് പറയാം സ്വപ്ന ലോകത്ത്. അപ്പോഴും നമ്മൾ ഒരു ലോകം കാണുന്നുണ്ട്. പിന്നെ സുഷുപ്തി അവസ്ഥ, ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ്, അൺകോൺഷ്യസ് സ്റ്റേറ്റ്, ഒന്നും അറിയില്ല എന്നറിയുന്ന അവസ്ഥ. ഇങ്ങനെ മൂന്ന് അവസ്ഥകളിലെ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ്, അതീന്ദ്രിയ തലം. അതിലേക്ക് ഉണർന്ന ഒരാൾക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാവുള്ളൂ. അതിലേക്ക് ഉണർന്ന ആളിനെയാണ് നമ്മൾ മഹാത്മാക്കളെന്ന് വിളിക്കുന്നത്. അവർ പ്രപഞ്ച നാടകത്തിൻ്റെ അണിയറ രഹസ്യങ്ങൾ മുഴുവനും അറിഞ്ഞവരായതുകൊണ്ട് ഇവിടുത്തെ ഒരു സംഭവങ്ങളും അവരെ ബാധിക്കില്ല. സ്വപ്നമാണെന്നറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്ന ആളിന് സ്വപ്ന ലോകത്തിലെ സകല അനുഭവങ്ങളെയും ആസ്വദിക്കാൻ പറ്റും. ഇതേപോലെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ ആദ്യം ഈ പ്രപഞ്ച രഹസ്യങ്ങൾ അറിയണം, അനുഭൂതിയിലൂടെ അറിയണം. ആ സത്യമാണ് ബുദ്ധഭഗവാൻ അറിഞ്ഞത്, ബുദ്ധഭഗവാനായി മാറിയത്. അദ്ദേഹം അന്വേഷിച്ചത് ഈ ലോകത്തിലെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരം എന്താണ്. അറിഞ്ഞത് ഈ ലോകത്തിൽ ദുഃഖങ്ങളില്ല എന്ന സത്യം. സ്വപ്നം കാണാറുണ്ടല്ലോ എല്ലാവരും ഇല്ലേ? സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിലെ അനുഭവങ്ങളൊക്കെ എല്ലാം നല്ല സ്വപ്നങ്ങളായിരിക്കില്ല, ദുസ്വപ്നങ്ങൾ കാണും. ചിലപ്പോൾ ആനയിട്ട് ഓടിക്കുന്നു, ഓടാതിരിക്കാൻ പറ്റുമോ? സ്വപ്നം കാണുമ്പോൾ സ്വപ്നമാണെന്ന് നമുക്ക് തോന്നില്ലല്ലോ. സ്വപ്നത്തിൽ ആനയിട്ട് ഓടിച്ചാൽ എന്ത് ചെയ്യും? ഓടും. മിക്കവാറും ഓടാൻ പറ്റത്തില്ല. സ്വപ്നത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആനയുടെ മുമ്പിൽ തന്നെ വീഴും. ആന ചവിട്ടി എല്ലെല്ലാം ഓടിക്കും. വേദന കുണ്ടച്ചത്തിൽ കരയും. കരയുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരും. എന്താ? ആനയല്ലേ ഇത്, അമ്മയല്ലേ? ആനയുടെ സൈസുള്ള അമ്മയാണ്. ഏതായാലും നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ഇത് സ്വപ്നമാണോ? ആരെങ്കിലും കേട്ടോ? മോശമായിപ്പോയി.
പക്ഷേ സാധാരണ നമ്മൾ അനുഭവിക്കുന്ന വേദനയും സ്വപ്നത്തിലെ വേദനയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വേദന വേദന തന്നെയാണ്. ഇതേപോലെ നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സകല വേദനകളും വേദന തന്നെയാണ്. പക്ഷേ ഇതിന് പരിഹാരമുണ്ട്. ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കാൻ മാത്രം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്വപ്ന ലോകത്തിലും പ്രശ്നമുണ്ട്. സ്വപ്ന ലോകത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണുമ്പം അസുഖം വന്നാൽ എന്ത് ചെയ്യും? സ്വപ്നത്തിലെ ഡോക്ടറെ കാണും. സ്വപ്നത്തിലെ ഡോക്ടർ സ്വപ്ന ഗുളിക തരും. സ്വപ്ന ഗുളിക കഴിക്കുമ്പം സ്വപ്നത്തിലെ അസുഖം മാറും. സ്വപ്നത്തിൽ വിശന്നാൽ എന്ത് ചെയ്യും? സ്വപ്നത്തിലെ റെസ്റ്റോറൻറ്റിൽ പോകും, മസാല ദോശ കഴിക്കും. സ്വപ്നത്തിലെ മസാല ദോശ കഴിക്കും. സ്വപ്നത്തിലെ വിശപ്പ് മാറും. സ്വപ്നത്തിൽ എന്തെങ്കിലും മോഷണം പോയാൽ എന്തു ചെയ്യും? സ്വപ്നത്തിലെ ഹോസ്പിറ്റലിൽ പോവും, അല്ല സ്വപ്നത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോവും. സ്വപ്ന പോലീസുകാരൻ വരും, സ്വപ്നത്തിലെ കള്ളനെ പിടിക്കും, മോഷണം പോയ ഐറ്റംസ് തിരിച്ചു കിട്ടും. ഇതേപോലെ സ്വപ്ന ലോകത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇതേപോലെ ലോകത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷേ പരിഹാരം കണ്ടുകൊണ്ട് ജീവിതം മുഴുവനും നഷ്ടമായി പോകുന്നു. പ്രശ്നങ്ങളുടെ പരിഹാരം മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഋഷി ചിന്തിച്ചത് ഇങ്ങനല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ പരിഹാരമുണ്ടോ? അതാണ് ഋഷി ചിന്തിച്ചത്. സ്വപ്ന ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ പരിഹാരമുണ്ടോ? ഉണ്ടോ? എന്താണ്? ഉണരുക. ഉണർന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവായി. ഇതേപോലെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റ പരിഹാരമാണ് അതീന്ദ്രിയ തലത്തിലേക്ക് ഉയരുക. അതാണ് ബുദ്ധൻ ബോധോദയം എന്ന് പറഞ്ഞത്. എന്താ അതിനു മുമ്പ് ബോധമില്ലായിരുന്നു നമ്മൾ വിചാരിക്കും. ബോധം എന്ന് പറഞ്ഞതാണ് സൂപ്പർ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് ഉണർന്നു. അപ്പോഴാണ് മനസ്സിലായത്, അത്ഭുതം മനസ്സിലായത്, ഇതൊക്കെ ഇല്യൂഷൻ, ഇറ്റ്സ് എ ഡിവൈൻ ഇല്യൂഷൻ. മജിഷ്യൻസ് മാജിക് ഷോ കാണുന്നത് കണ്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മാജിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്കൂളിൽ എന്നും എല്ലാ മാസവും ഒരു ദിവസം ഒരു മജിഷ്യൻ വന്നിട്ട് കുട്ടികളെ മാജിക് ഷോ കാണിക്കും. അപ്പം മാജിക് ഷോയുടെ രഹസ്യം പഠിക്കാൻ വേണ്ടി ഏറ്റവും മുമ്പിൽ പോയിരിക്കും. അപ്പോൾ ഒരു ദിവസം മിക്കവാറും എനിക്ക് മാജിക് ഷോ കണ്ട അപ്പം തന്നെ അതിൻ്റെ രഹസ്യം മനസ്സിലാവും. അങ്ങനെ ഞാൻ കുറേ മാജിക്കിൻ്റെ രഹസ്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഭീകരമായ ഒരു മാജിക് ഷോ ആണ് കാണിച്ചത്. അതായത് ഒരു പെട്ടിയിലേക്ക് ഒരു പെൺകുട്ടിയെ ഇവിടെ കിടക്കാൻ പറഞ്ഞു, എന്നിട്ട് പെട്ടി ക്രോസ് ചെയ്തു, അത് മൂന്നായി മുറിച്ചു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ടതാണ്. ഇത് മുറിക്കുന്നത് കണ്ടിട്ട് ക്ലാസ്സിലുണ്ടായിരുന്ന ചില കുട്ടികൾ അൺകോൺഷ്യസായി പേടിച്ചു പോയി. ചിലർ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അത് മാത്രമല്ല, മാജിക് ഷോ കാണിക്കുന്ന ആളിൻ്റെ മജിഷ്യൻ പറയുന്നത്, കുട്ടിയെ ഞാൻ കൊന്നല്ലോ, ഇനി പോലീസ് ഇപ്പം തന്നെ വരും എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ. അപ്പോഴത്തേക്ക് ക്ലാസ് മുഴുവൻ ഭയങ്കര പ്രശ്നമായി. അപ്പം അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ പറഞ്ഞ് അയാൾ പെട്ടി വീണ്ടും മൂടി എല്ലാം കൂട്ടി വെച്ചു. അതിൽ നിന്ന് പെൺകുട്ടി ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കൈയടിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എനിക്കറിയാം എങ്ങനെയാണെന്ന്. അപ്പം മജിഷ്യന് ദേഷ്യം വന്നു. സാധാരണ ഞാൻ അറിയാമെന്ന് പറയുമ്പോൾ അയാൾ ചോക്ലേറ്റ് തരാൻ മിണ്ടരുത് ഇപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. പറയാം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ബോക്സിൽ 3 പേരുണ്ട്. അയാൾ പറഞ്ഞു ശരിയാണ്. ബോക്സ് തുറന്ന് കാണിച്ചു. 3 പേര് 3 യോഗ പോസ്റ്ററിൽ ഒളിച്ചിരിക്കുന്ന ബോക്സാണ്. ഒരാളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളതേ ഉള്ളൂ. അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. കട്ട് ചെയ്യാനായിട്ട് അഭിനയിക്കുകയാണ്, ശബ്ദം കേൾപ്പിക്കുകയാണ്. ഒരു കുട്ടിയുടെ തല വെളിയിൽ കാണും, ഒരു കുട്ടിയുടെ കാല് വെളിയിൽ കാണും. ഒരാൾ അർദ്ധചക്രാസനത്തിലും പവനമുക്താശ്രമത്തിൽ, അങ്ങനെ 2-3 യോഗയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരാളെ ഉള്ളൂ എന്ന് തോന്നും. കാരണം പെട്ടി ഡിസൈൻ ചെയ്യുന്നത് കാണുമ്പോൾ ഈ 3 കുട്ടികൾക്ക് അതിനകത്ത് ഇരിക്കാനുള്ള ഇടമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഏതായാലും ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടികളെല്ലാം കേട്ടു ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ മജിഷ്യൻ പറഞ്ഞു, ഞാൻ വീണ്ടും ഈ ട്രിക്ക് കാണിക്കാൻ പോവാണ്, നിങ്ങൾ എത്ര പേരാ കരയുന്നതെന്ന് നോക്കട്ടെ. വീണ്ടും അയാൾ ആ മജിഷ്യൻ ആ ട്രിക്ക് കാണിക്കാൻ തുടങ്ങി.
ഇത്തവണ കട്ട് ചെയ്തപ്പോൾ കുട്ടികളെല്ലാം കൈകൊട്ടിച്ചിരിക്കുന്നു. എന്താ നിനക്ക് പേടിയില്ലേ? ഇല്ല, 3 പേരുണ്ടല്ലോ അകത്ത്. ഇതേപോലെ ലോകത്തിലെ ദുഃഖങ്ങൾ കണ്ടിട്ട് തകർന്നു പോകും, തളർന്നു പോകും. പക്ഷേ ഒറ്റ പരിഹാരമുണ്ട് ഈ ദുഃഖങ്ങൾക്കെല്ലാം. ഈ പ്രപഞ്ച നാടകത്തിൻ്റെ അണിയറ രഹസ്യങ്ങൾ അറിയുക. അപ്പോഴാണ് മനസ്സിലാവുക ഇവിടെ ദുഃഖിക്കാനൊന്നുമില്ല. പക്ഷേ ഈ ദുഃഖങ്ങൾ ആവശ്യമാണ്. ഈ ദുഃഖങ്ങളാണ് ഉണരാൻ നമ്മളെ സഹായിക്കുന്നത്. സ്വപ്നം കാണുമ്പോൾ നല്ല സുഖമായ സദ്യ ഉണ്ടെന്ന സ്വപ്നമാണെങ്കിൽ എണീക്കാൻ തോന്നത്തില്ല. പായസം കുടിച്ചുകൊണ്ടിരിക്കുക, ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക, കിടന്നുറങ്ങിക്കളയും. അതിനാണ് ഇടയ്ക്ക് ചില ആനയുടെയും പുലിയുടെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണരും, ഞെട്ടി ഉണരും. ഇതേപോലെ ഈ സ്വപ്നലോകം സത്യമാണെന്ന് കരുതിയിരിക്കുന്ന മനുഷ്യന് നഷ്ടപ്പെടുന്നത് ഈശ്വരനായി മാറാനുള്ള അവസരമാണ്. ഒരാൾക്ക് എങ്ങനെ ഈശ്വരനായിട്ട് മാറാം, അതാണ് അമ്മയെപ്പോലെയുള്ളവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. ഏറ്റവും പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് ജനിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ അവർക്ക് ആവേശം പകർന്ന് അവരെ നയിക്കുന്ന അത്ഭുതകരമായ കാഴ്ച. വിദ്യാഭ്യാസമില്ല, കുലമഹിമയില്ല, ദുർബലയാണ് സ്ത്രീ എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ എതിർപ്പുകളെ വകവയ്ക്കാതെ വളർന്നു വന്ന അമ്മയുടെ ജീവിത കഥ തന്നെയാണ് നമുക്ക് ആവേശം പകരേണ്ടത്. അമേരിക്കയിൽ നിന്ന് അമ്മയുടെ ജീവിത കഥ സിനിമയാക്കാൻ വന്ന സിനിമാ പ്രവർത്തകർ അവർ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അവർക്ക് അമ്മയുടെ കൂടെ കുട്ടിക്കാലം മുതൽ അമ്മയെ അറിയുന്ന ആളുകൾ, അമ്മ പഠിച്ച സ്കൂള്, അമ്മയെ പഠിപ്പിച്ച അധ്യാപികമാർ, ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു, മോനെ ഇവരെ സഹായിച്ചു കൊടുക്കുക. കാരണം ഞാൻ പണ്ട് സിനിമ ഉണ്ടാക്കാൻ നോക്കിയതാണ്. 2 വർഷം എടുത്തു അമ്മയെക്കുറിച്ചൊരു മൂവി ഉണ്ടാക്കാൻ. 2 വർഷം അമ്മയുടെ സഹോദരന്മാർ, ദമയന്തി അമ്മ, അച്ഛൻ, ഇങ്ങനെ പലരോടും ചോദിച്ചിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. സഹായിക്കാൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് പേരും ഉണ്ടായിരുന്നു. എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഷൂട്ട് ചെയ്യുമ്പോൾ അമ്മയെ കാണിക്കണം. അവസാനത്തെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചപ്പോൾ എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്യാൻ മദ്രാസിൽ സ്റ്റുഡിയോ ബുക്ക് ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ സിനിമ നന്നായിട്ടുണ്ട്. അമ്മ കണ്ടിട്ട് അമ്മയും കരഞ്ഞു. സിനിമ കണ്ടിട്ട് അമ്മ അനുഭവിച്ച ദുഃഖങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ദുഃഖാനുഭവങ്ങളാണ് അമ്മ അനുഭവിച്ചത്. ഒരു പെൺകുട്ടിക്ക് കേൾക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ അപവാദങ്ങൾ, ഏൽക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ദണ്ഡനങ്ങൾ, സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ, ഇതൊക്കെ കുരുന്ന പ്രായം മുതൽ അമ്മ അനുഭവിച്ചതാണ്. ആ കഥ കണ്ണീരോടെ അല്ലാതെ ആർക്കും ഓർക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ആ രംഗങ്ങൾ കണ്ടപ്പോൾ അമ്മ പോലും കരഞ്ഞിട്ട് പറഞ്ഞു, മോനെ ഇതാരെയും കാണിക്കണ്ട. 2 വർഷത്തെ എൻ്റെ പ്രയത്നമാണ്. ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. അമ്മേൻ്റെ അനുവാദം തന്നതാണ്. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മ അത് നീ ഇത് കണ്ടാലേ ആൾക്കാർ നിന്നെ തല്ലിക്കൊല്ലും. കാരണം ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് ഒരുപാട് പേരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വേണ്ട. അത് നിർത്തിവെച്ചു. പിന്നെ അമ്മ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ കഥ എടുക്കാനായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും വരും, അപ്പോൾ മോൻ സഹായിച്ചു കൊടുത്താൽ മതി. അതാണ് അമ്മ എന്നെ വിളിച്ച് വരെ ഏൽപ്പിച്ചത്. അങ്ങനെ കുഴിത്തറ അമ്മ പഠിച്ച സ്കൂളിൽ അധ്യാപികമാരോട് ഒരുമിച്ച് വരാനായിട്ട് കുറച്ച് പേർ ജീവിച്ചിരിപ്പുണ്ട്. അമ്മ പഠിച്ച സ്കൂളിലെ പ്രധാന അധ്യാപിക എപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അവരോട് ഇവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഈ കുട്ടിക്ക് ബാലികയായിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്തായിരുന്നു പ്രത്യേകത? എല്ലാ അധ്യാപികമാരും പല രീതിയിലുള്ള കഥകൾ പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം പറഞ്ഞു, ക്ലാസ്സിൽ ആര് തെറ്റ് ചെയ്താലും അത് ഞാനാണ് എന്ന് ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാറുണ്ടായിരുന്നു. ഇത് പല ദിവസം ആവർത്തിച്ചപ്പോൾ അധ്യാപികമാർക്ക് സംശയമായി. അവർ ടീച്ചേഴ്സ് റൂമിൽ വിളിച്ച് ചോദിച്ചു,
മറ്റു കുട്ടികൾ ചെയ്യുന്ന തെറ്റിന് നീ എന്തിനാണ് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? അപ്പോൾ അമ്മയുടെ മറുപടി ഒരു ബാലികയ്ക്ക് ഒരിക്കലും പറയാൻ സാധിക്കുന്നതല്ലായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നത് എനിക്കൊരു രസമാണ്. നമ്മളും പറയാറുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു രസമാണ്. പക്ഷേ ഈ ബാലികയുടെ മറുപടി എല്ലാവരും അത്ഭുതത്തോടെയാണ് കേട്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നത് എനിക്കൊരു രസമാണ്. ഇന്നും ലോകത്തിന് വേണ്ടി അമ്മ വേദനിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കതൊരു വേദനയായി തോന്നില്ല. കാരണം അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നത് ആസ്വദിക്കാൻ സാധിക്കും. കുഞ്ഞിന് വേണ്ടി അമ്മയ്ക്ക് എന്തും സഹിക്കാൻ സാധിക്കും. ആ അവസ്ഥയിലാണ് മഹാത്മാക്കൾ. അവരുടെ സ്നേഹം, അമ്മയുടെ അനന്തമായ ഗുണങ്ങളിൽ സ്നേഹം മാത്രം നോക്കിയാൽ മതി. എന്താ വ്യത്യാസമെന്നറിയാം. പണ്ട് ഞാൻ അമ്മയെ കണ്ടതിന് ശേഷം, കഥ പറഞ്ഞ ഒരുപാടാവും, നിങ്ങൾക്ക് സമയമുണ്ടെന്നറിയില്ല. അമ്മയെ കാണുന്നതിന് മുമ്പ് എൻ്റെ റിസർച്ച് മേഖല, അതായത് ഭൂതപ്രേത പിശാചുക്കളെക്കുറിച്ച് പഠിക്കാനായിരുന്നു ഇഷ്ടം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് യുക്തിവാദികളായ സുഹൃത്തുക്കളോടൊപ്പം അനേക സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ഹോണ്ടഡ് ഹൗസസ്, പ്രേതബാധയുള്ള വീടുകൾ, ഭൂതപ്രേത പിശാചുക്കളുടെ ശല്യമുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങൾ, ശ്മശാനങ്ങൾ, ഇവിടെയൊക്കെ പോയി താമസിച്ചു നോക്കി. ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ഒന്നും മനുഷ്യരോട് അപകടകാരികളല്ല എന്ന് മനസ്സിലായി. ഓരോ സ്ഥലത്തും പോയി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീറ്റ് മൂക്കി കൈവച്ച് നോക്കും, ശ്വാസമുണ്ടെന്ന്. മരിച്ചിട്ടില്ല. ഏതായാലും ആ അന്വേഷണമാണ് അമ്മയുടെ അടുത്തെത്തിയത്. അമ്മയോട് ഞാൻ ചോദിച്ചു, ഈശ്വരനുണ്ടോ? അമ്മ പറഞ്ഞു, അത് വിഡ്ഢിത്തമായ ഒരു ചോദ്യമാണല്ലോ മോനെ. നാവ് കൊണ്ട് നാവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. എന്താ ഇപ്പോഴന്വേഷിക്കുന്നത്? ഒരാൾ നാവ് കൊണ്ട് നാവുണ്ടോ എന്ന് ചോദിച്ച അർത്ഥം എന്താ? എനിക്ക് നാവുണ്ടോ? വിഡ്ഢിത്തമായ ചോദ്യമാണ്. അതേപോലെ ഈശ്വരശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചലിക്കാൻ പോലും സാധിക്കുന്നത്. പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ സകല കർമ്മങ്ങളിലൂടെ ചെയ്യുന്നത്. അമ്മയെ ചോദിച്ചു, എന്താ നീ അന്വേഷിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അതെന്താ? ഈ ലോകത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നു. ചിലർ സമ്പൽ സമൃദ്ധിയിൽ സുഖിക്കുന്നു. ഈ ലോകത്തിലെ ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ ആഹാരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മോനെ ഇഷ്ടമായി. കാരണം മോൻ ഈശ്വരനോട് ദേഷ്യം വന്നത് സ്വാർത്ഥത കൊണ്ടല്ലല്ലോ, മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ടാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. അമ്മ പറഞ്ഞു, ഈശ്വരൻ ശിക്ഷിക്കുന്ന ആളല്ല, രക്ഷിക്കുന്ന ആളാണ്. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്, കാരുണ്യമൂർത്തിയാണ്. പക്ഷേ പ്രകൃതിക്ക് കാരുണ്യമില്ല. പ്രകൃതിക്ക് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ കൊടും യാതനകൾ അനുഭവിക്കേണ്ടി വരും. അതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. ഭൂമിയുടെ ആകർഷണ സിദ്ധാന്തം ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാൽ അനുഭവിച്ചു. വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കണം. കുഞ്ഞെടുത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലും, പണ്ഡിതൻ ചാടിയാലും, രാജാവ് ചാടിയാലും പ്രകൃതിക്കൊരു നിയമമാണ്. ഈ പ്രപഞ്ച നിയമത്തെയാണ് നമ്മൾ ധർമ്മമെന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ധർമ്മമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ് സന്തോഷം. അധർമ്മം അധികാലം ആർക്കും ചെയ്യാൻ സാധിക്കില്ല. കടുത്ത യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഈശ്വരൻ്റെ ശിക്ഷയല്ല, പ്രകൃതിയുടെ പ്രതികരണമാണ്. അതിന് ഈശ്വരൻ ഉത്തരവാദിയുമല്ല. ഞാൻ ചോദിച്ചു, അമ്മ ഈശ്വരനാണ്? ഏയ്, ഞാൻ ഭ്രാന്തിയാണ്. ആരും ജയിലിൽ പിടിച്ചിടുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മോൻ അമ്മയെ വിശ്വസിക്കണമെന്നോ മുകളിലുള്ളൊരു ഈശ്വരനെ വിശ്വസിക്കണമെന്നോ പറയുന്നില്ല.
നിന്നെ വിശ്വസിച്ചാൽ മതി, നിന്നിൽ സകലതുമുണ്ട്. വിത്തിൽ പടർന്നു പന്തലിക്കാനിരിക്കുന്ന മഹാവൃക്ഷം പോലെ ഈശ്വരശക്തി ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു. ഏകാഗ്രമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, ധ്യാനം കൊണ്ട് അതിനെ ഉണർത്തിയെടുത്താൽ മനുഷ്യന് ഈശ്വരൻ്റെ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, പദവിയാണ്, പരിപൂർണതയുടെ പദവി. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇതൊക്കെ പറയുന്നത് വ്യക്തിയല്ല, പദവിയാണ്. പ്രധാനമന്ത്രി ആകണമെങ്കിൽ, പ്രസിഡന്റ് ആകണമെങ്കിൽ നമുക്ക് ജനങ്ങളുടെ വോട്ട് വേണം. അതേപോലെ പരിപൂർണത എന്ന ഈ പരമമായ പദവിയിലെത്താൻ സകല ചരാചരങ്ങളുടെയും അനുഗ്രഹം വേണം. എവിടെയും തലകുനിക്കാനുള്ള മനസ്സ് വേണം, പരിശുദ്ധി വേണം. അങ്ങനെ ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും അമ്മയിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു. ഇതിൽ നമുക്ക് അമ്മയുടെ അടുത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ എളുപ്പത്തിൽ കാണാവുന്ന അമ്മയുടെ സ്നേഹം. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ സ്നേഹം തമ്മിലുള്ള വ്യത്യാസം? സ്നേഹവും അറ്റാച്ച്മെൻറ്റ്സ്. എന്തെങ്കിലും കാരണം കൊണ്ടാണ് സ്നേഹം വരുന്നതെങ്കിൽ ആ സ്നേഹം നഷ്ടമാകും. നമുക്കുള്ള സ്നേഹം അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്, കാരണമുണ്ട്. ഒരമ്മയോട്, കൊച്ചു കുഞ്ഞിനോട് ഉള്ള അമ്മയുടെ സ്നേഹം നമുക്ക് വേണമെങ്കിൽ ഏകദേശം ഉപമിക്കാം. അമ്മയോട് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ കുഞ്ഞിനോട് സ്നേഹം, അമ്മയ്ക്ക് പറയാൻ അറിയില്ല. സ്നേഹമാണ്, കാരണമൊന്നുമില്ല, സ്വാഭാവികമായിട്ട് വരും, തൻ്റെ തന്നെ ഭാഗമായിട്ട് അമ്മയ്ക്ക് കുഞ്ഞിനെ തോന്നുന്നു. അപ്പോൾ കൊച്ചു കുഞ്ഞിനോട് അമ്മയ്ക്ക് വരുന്ന സ്നേഹം സകലരോടും ഒരാൾക്ക് തോന്നുന്നു. കാരണം ലോകം മുഴുവനും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അവർക്ക് തോന്നുന്നു. ആ സകലതും തന്നിലാണ്, സകലതും താനാണ് എന്നറിയുന്ന മഹാത്മാവിന് മാത്രമേ അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ സാധിക്കുക. ആ സ്നേഹമാണ് നമുക്ക് അമ്മയിൽ കാണുന്നത്. പണ്ട് അമ്മയുടെ അടുത്ത് വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക് ഇപ്പോഴുള്ള പ്രത്യേകത? എനിക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ഉത്തരം കൊടുക്കാൻ അറിയില്ലായിരുന്നു. എന്താ നിങ്ങളുടെ അമ്മ ചെയ്യുക? അമ്മ എല്ലാവരെയും ആലിംഗനം ചെയ്യും, അത് മാത്രമേ പറയാൻ അറിയുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അതെനിക്കും ചെയ്യാൻ പറ്റും, ഞാൻ വേണേൽ ആരെയും ആലിംഗനം ചെയ്യാം, അവർ സമ്മതിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൂടെ വന്ന് കണ്ടോളൂ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അയാൾ അകത്ത് കയറാതെ പുറത്ത് തന്നെ നിന്ന്, അകലെ നിന്ന് അമ്മ ചെയ്യുന്നത് എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചു. കുഷ്ഠരോഗിയുടെ വ്രണങ്ങളിൽ അമ്മ നാവുകൊണ്ട് നക്കുന്നത് അടുത്തു നിന്ന് കണ്ടപ്പോൾ അയാൾ ബോധം കിട്ടു. ബുദ്ധിമാൻ ചമഞ്ഞു വന്ന ആൾ ബോധം കെട്ട് വീണു. കാരണം ഒരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. അന്ന് അമ്മയെ കാണാൻ വരുന്ന ദത്തൻ, അന്ന് 22 വയസ്സ് മാത്രം പ്രായമുള്ള ദത്തനെ കണ്ടാൽ ഒരു 90 വയസ്സ് തോന്നുമായിരുന്നു. കുഷ്ഠരോഗത്തിൻ്റെ ആ രോഗബാധ കൊണ്ട് ശരീരം വികൃതമായി പോയ ഒരു ചെറുപ്പക്കാരൻ. ഒരു ദിവസം അമ്മയുടെ ദർശനം കഴിഞ്ഞ് ഞാൻ തൊട്ട് മുമ്പിലുള്ള ഒരു കുടിലിൽ, അതായത് ഒരു ഭക്തൻ്റെ വീടാണ്, അവിടെ പൂജാമുറി ചിലപ്പോൾ ഞങ്ങൾക്കായിട്ട് ഒരുക്കി തരും. കാരണം രാവിലെ ബസ്സിന് തിരിച്ചു പോകാനായിട്ട് അതുവരെയുള്ള സമയത്ത് കിടക്കാൻ വേണ്ടി അവർ സൗകര്യം തരാറുണ്ടായിരുന്നു. അങ്ങനെ പൂജാമുറിയിൽ ഞാൻ കിടക്കുമ്പോൾ ഒരു ജ്വലിക്കുന്ന വിളക്ക് മാത്രമുണ്ട് ആ മുറിയിൽ. ആ അരണ്ട വെളിച്ചത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു. ദത്തൻ എൻ്റെ അടുത്ത് കിടക്കുന്നു. ദത്തൻ്റെ ശരീരത്തിലെ ആ തൊലി കത്തി പോലെ മൂർച്ചയുള്ളതായിരുന്നു. ശരീരത്തിൽ കൊണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദത്തൻ എന്താ ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഒരാഗ്രഹം കൊണ്ട് കടന്നു പോയതാ, പ്രസവിച്ച അമ്മ പോലും കൂടെ കിടത്തിയിട്ടില്ല. എന്നിട്ട് എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. അമ്മയെ കാണാൻ വന്നത്
രോഗം മാറാൻ വേണ്ടിയല്ല, അല്പസ്നേഹത്തിന് വേണ്ടിയാണ്. 3.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഓച്ചിറ അമ്പലത്തിൻ്റെ നടയിൽ കിടത്തി പ്രസവിച്ച അമ്മ അപ്രത്യക്ഷയായി. ഭിക്ഷക്കാരുടെ ഇടയിൽ വളർന്നു. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്ന ആഹാരവും കഴിച്ച് അപ്പോഴാണ്, കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അമ്മയെക്കുറിച്ച് അറിഞ്ഞത്. കാണണമെന്ന് മോഹം തോന്നി. എല്ലാവരും പറഞ്ഞു അടുത്തു പോകാൻ സമ്മതിക്കില്ല, ഈ രോഗമുള്ള ഒരാളെ ആരും ബസ്സിൽ കയറ്റാറില്ല, ചായക്കടയിൽ നിന്ന് ചായ കൊടുക്കാറില്ല. 7 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയതാണ്. ഭയം നകലം മാറി നിന്നു. പക്ഷേ അമ്മ അങ്ങോട്ട് ചെന്നു. മണ്ണിൽ തന്നെ അമ്മ ഇരുന്ന് മടിയിൽ കിടത്തി. ജീവിതത്തിൽ ആദ്യമായി സ്നേഹമെന്തെന്നറിഞ്ഞു. ഏതായാലും ഈ സ്നേഹം നമുക്ക് കാണിക്കാൻ എളുപ്പമല്ല. പണ്ട് വാസവദത്തയുടെ അഴുകിയ ശരീരം മടിയിൽ കിടത്തി പ്രാർത്ഥിക്കുന്ന ബുദ്ധഭിക്ഷുവിൻ്റെ കണ്ണിൽ നിന്നും ആമലകീ ഫലങ്ങൾ പോലെ ബാഷ്പകണങ്ങൾ അടർന്നു വീണു. ആ ഒരു കഥയുണ്ട്. തെരുവീഥിയിലൂടെ നടന്നു പോകുന്ന തലമുണ്ടനം ചെയ്ത വികൃതവേഷധാരിയായ ബുദ്ധശിഷ്യനെ കണ്ടിട്ട് വാസവദത്തയ്ക്ക് ആകർഷണമുണ്ടായി. അവളുടെ മണിമാളികയിലൂടെ അവൾ നോക്കി. ദിവസവും ഭിക്ഷാപാത്രവും എന്ന് നടന്നു നീങ്ങുന്ന ബുദ്ധഭിക്ഷുവിൻ്റെ മുഖത്തെ തേജസ് കണ്ട് അവൾ ആഗ്രഹിച്ചു, അകത്തേക്കൊന്ന് വിളിച്ചാലോ. തോഴിമാരെ പറഞ്ഞു നോക്കിയപ്പോൾ ഭിക്ഷുവിൻ്റെ മറുപടി, സമയമായില്ല. എപ്പോഴും ഈ ഉത്തരം തന്നെ, സമയമായില്ല. ഒരു ദിവസം അവൾ നേരിട്ട് പോയി തൻ്റെ സൗന്ദര്യം കണ്ടെങ്കിലും വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധഭിക്ഷു പറഞ്ഞു, സമയമായില്ല. മുമ്പ് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയെൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. ഇവൾ തോഴിമാരോട് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവൾക്ക് നൃത്തത്തിലുള്ള ആകർഷണം പോയി, സൗന്ദര്യത്തിലുള്ള ആകർഷണം പോയി. ആഹാരം കഴിക്കാതെ എല്ലാവരെയും അവഗണിച്ച്, കാരണം അവിടെ ആ കൊട്ടാരത്തിന് ചുറ്റിനും പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഇവളെ ഒരു നോക്ക് കാണുവാൻ കാത്തു നിൽക്കുന്നു, ഇവളുടെ നൃത്തം കാണാൻ കാത്തിരിക്കുന്നു. അവൾ അതൊക്കെ മറന്നു. ക്രമേണ അവർക്ക് പ്രതികാരമായി. അവൾ കൊലക്കേസിൽ പ്രതിയായി. അവളുടെ ശരീരം കഴുകന്മാർ കൊത്തിത്തിന്നുവാൻ കാത്തിരിക്കുന്ന ഒരവസരമുണ്ടായി. അവളെ ശ്മശാനത്തിൽ ഉപേക്ഷിച്ച് എല്ലാവരും മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരാരുമില്ലാതെ ദുർഗന്ധം അമിക്കുന്ന ശരീരവുമായിട്ട് അവൾ മരണത്തെ കാത്തു കിടക്കുമ്പോൾ അവൾ കേട്ടു ഒരു മന്ത്രധ്വനി, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. അവൾ കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിച്ചു, എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? പക്ഷേ തലതിരിക്കാനാവുന്നില്ല. മരണം അവളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ബുദ്ധശിഷ്യനെത്തി. അവളുടെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. ബുദ്ധശിഷ്യൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവളുടെ കവിൾത്തടങ്ങളിൽ വീണ് ചിന്നിച്ചിതറി. അവൾ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കി. അങ്ങ് ആരാണ്? അവൾക്ക് സ്വയം മനസ്സിലായി, ആ ബുദ്ധഭിക്ഷുവാണ്. അവൾ ചോദിച്ചു, അങ്ങെന്തിനാണ് കരയുന്നത്? ഈ മാംസപിണ്ഡത്തിനോട് അങ്ങയ്ക്ക് എങ്ങനെ സ്നേഹം വരുന്നു? ദുർഗന്ധം കൊണ്ട് അടുക്കാൻ ശ്രമിക്കാതെ സകല ബന്ധുക്കളും അകന്നു പോകുമ്പോൾ അങ്ങയ്ക്ക് എങ്ങനെ ഇത് സഹിക്കാൻ സാധിക്കുന്നു? ഞാൻ പണ്ട് വിളിച്ചതല്ലേ, അന്ന് വരാമായിരുന്നില്ലേ? ഇന്ന് എനിക്ക് സമർപ്പിക്കാൻ യാതൊന്നുമില്ല, ഈ ദുർഗന്ധം വമിക്കുന്ന ശരീരമല്ലാതെ. അപ്പോൾ ബുദ്ധഭിക്ഷു പറഞ്ഞു, അന്ന് നിനക്ക് എൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, നിന്നെ സ്നേഹിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഇന്നാരുമില്ല, അതുകൊണ്ടാണ് ഞാനുള്ളത്.
ഈ സ്നേഹം നമുക്ക് അമ്മയുടെ അടുത്ത് കാണാൻ പറ്റും. ആരുമില്ലാത്തവർക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന സ്നേഹവർഷം. ഇത് നമുക്ക് അമ്മയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അമ്മയുടെ മക്കൾ, ലോകമുള്ളവരൊക്കെ അമ്മയുടെ മക്കൾ എന്ന അനുഭവ തലത്തിലേക്ക് നമ്മളെ ഉയർത്തും. അതിന് ഒരു യോഗ്യത മാത്രമേ ആവശ്യമുള്ളൂ, നമ്മുടെ പരിശുദ്ധി. ഈ പരിശുദ്ധിയുടെ പരിശീലനം നമ്മുടെ ഭവനത്തിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീട്ടിൽ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൽ സാധ്യമല്ല. മറ്റുള്ളവരോട് ദേഷിക്കാനും എതിർക്കാനും സമരം ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അതൊന്നും പരിഹാരമാവില്ല. ജീവിതമെന്ന മഹാസത്യത്തിൻ്റെ മാധുര്യം അറിയണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ച നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈശ്വരന് ആരാധനയൊന്നും ആവശ്യമില്ല. സകല ചരാചരങ്ങളിൽ തുടിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഈ ലോകത്തിൽ ഒരാൾക്കും സന്തോഷിക്കാൻ സാധിക്കില്ല. ഈ സത്യമാണ് അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് അമ്മ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് പ്രാവർത്തികമാക്കുവാൻ അമ്മയുടെ അനുഗ്രഹം തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ഫ്ലൂട്ട് മെഡിറ്റേഷൻ കൂടി ചെയ്ത് നിർത്താം.